പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു ഇബ്രഹാം മാധ്യമങ്ങൾ കാണുന്നതിൻ്റെ തത്സമയം. അതെ, തുടങ്ങാം. ഓ, ഇതിപ്പോൾ എന്നാ പരിപാടി? പത്തനംതിട്ടയിലെ പ്രമുഖ നേതാവ് എ പത്മകുമാർ വിഷയത്തിലാണ് ജില്ലാ സെക്രട്ടറി പ്രതികരിക്കുമെന്ന വിശ്വാസത്തിൽ ഈ മാധ്യമപ്രവർത്തകരെല്ലാം അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. അത് എന്താണ് ആലോചിച്ച് നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല. ചോദ്യം ചോദിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. എ പത്മകുമാർ പത്തനംതിട്ട പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു പ്രതികരണം അദ്ദേഹം ആദ്യം നടത്തിയിരുന്നു. എന്തായാലും അത് പാർട്ടി വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് പരിശോധിക്കും. നമുക്ക് അദ്ദേഹം ഇട്ട പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനിടയായ സാഹചര്യം, അതാണ് പാർട്ടി പരിശോധിക്കുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പാർട്ടി പരിശോധിക്കും. അദ്ദേഹം പ്രധാനമായും പറഞ്ഞ കാര്യം, മന്ത്രി വീണ ജോർജ് പാർലമെന്ററി പ്രവർത്തനം മാത്രമുള്ള ഒരാളാണ്, സംഘടനാപരമായി പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അത്തരം ആൾക്കാർക്ക് പദവി കൊടുക്കുന്നത് ശരിയല്ല, ചതിയാണ്, വഞ്ചനയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല, മന്ത്രിമാർ അവരെ പാർട്ടിയുടെ സംസ്ഥാന സമിതി മെമ്പർമാരല്ലെങ്കിൽ അവരെ സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിക്കുക അതൊരു കീഴ്വഴക്കമാണ്. ശ്രീ സി രവീന്ദ്രനാഥ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ സംസ്ഥാന സമിതി പ്രത്യേക ക്ഷണിതാവായിരുന്നു. വീണ ജോർജ് ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവായി വീണ ജോർജിനെ തീരുമാനിച്ചിട്ടുള്ളത്. മന്ത്രി എന്ന നിലയിൽ വളരെ സ്തുത്യർഹമായ സേവനമാണ് വീണ ജോർജ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നയപരമായ തീരുമാനങ്ങൾ ചർച്ച ചെയ്യുന്ന സമിതിയാണ് സംസ്ഥാന കമ്മിറ്റി. അത്തരം സംസ്ഥാന കമ്മിറ്റിയിൽ മന്ത്രിമാർക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് പറയാനുള്ള ഒരു വേദിയാണ് സംസ്ഥാന സമിതി. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സമിതിയിലേക്ക് മന്ത്രിമാരെ പ്രത്യേകം ക്ഷണിക്കുന്നത്. മറ്റു മന്ത്രിമാരൊക്കെ തന്നെ സംസ്ഥാന സമിതി അംഗങ്ങളാണ്. അതുകൊണ്ട് അവരെ പ്രത്യേകം ക്ഷണിക്കേണ്ട ആവശ്യമില്ല. 75 വയസ്സിന് കാത്തു നിൽക്കുന്നില്ല, അതിനു മുമ്പേ പുള്ളി സ്ഥാനങ്ങളെല്ലാം ത്യജിക്കുകയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞത് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. രാവിലെ വിശദമായി സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷമാണ് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. എന്തായാലും അദ്ദേഹം പത്മകുമാർ പത്തനംതിട്ടയിൽ പാർട്ടിക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളാണ്. MLA ആയിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് അദ്ദേഹം നന്നായി പ്രവർത്തിച്ച ആളാണ്. ഇപ്പോഴും പാർട്ടി ഞങ്ങളെല്ലാം ഒരു ടീമായിട്ടാണ് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്നത്. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. മാത്രമല്ല, ഇപ്പോൾ വിജ്ഞാന പത്തനംതിട്ട അതിൻ്റെ മുഖ്യ സംഘാടകൻ എന്ന നിലയിൽ ഡോക്ടർ തോമസ് ഐസക്കുമായി ചേർന്ന് അദ്ദേഹം വലിയൊരു പ്രവർത്തനം, അതിപ്പോൾ കേരളത്തിനാകെ മാതൃകയാവുന്ന പ്രവർത്തനമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ വലിയ സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കേണ്ടതില്ല ഈ പാർട്ടി? അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഘടകത്തിലാണ്. അതുകൊണ്ടാണ് എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം പരിശോധിക്കും എന്ന് ഞാൻ പറഞ്ഞു. പാർട്ടി ഘടകത്തിൽ പറഞ്ഞാലും പ്രയോജനമില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട്, പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ പാർട്ടി ഘടകം തന്നെയാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പാർട്ടി ഘടകത്തിൽ സംസാരിക്കുക മാത്രമാണ് മാർഗം. പാർട്ടി പ്രമോഷന് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് അദ്ദേഹം പറയുന്നത് ആശയപരമായ പ്രചരണ സംഘടനാ പ്രവർത്തനം ഇത് ഇല്ലാത്ത ഒരാൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഇന്ന് മാധ്യമങ്ങളിലൂടെയും ആവർത്തിക്കുന്നത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ആ ഭാഗം ഞാൻ വായിച്ചിട്ടില്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അത് വസ്തുതാപരമായി ശരിയാണോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിൻ്റെ പ്രവർത്തനം വളരെ മികച്ചതാണ്. ആറന്മുള മണ്ഡലം പോലെ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു മണ്ഡലത്തിൽ വളരെ മിന്നുന്ന വിജയം 2 തവണ നേടി എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനം ഒട്ടാകെ കേരളത്തിൻ്റെ ആരോഗ്യം നമുക്കറിയാം, ഒട്ടേറെ കാര്യങ്ങളിൽ നമ്പർ 1 ആണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല. ശൈലജ ടീച്ചർ, ശ്രീമതി ടീച്ചർ അവരൊക്കെ തുടങ്ങി വെച്ച ആ പ്രവർത്തനം ഏറ്റവും മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ന് വീണ ജോർജ് ചെയ്യുന്നത്. രാജ്യത്ത് തന്നെ ഏതാണ്ട് 1/2 ഡസൻ കാര്യങ്ങളിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല 1ാം സ്ഥാനത്താണ്. ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് അങ്ങ് ഈ വിവരങ്ങൾ പറയുന്നത്. സംഘടനാപരമായി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആക്ഷേപം പത്മകുമാർ തന്നെ ഉന്നയിക്കുന്നു. അല്ല, മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനമാണ് ഇപ്പം മുഖ്യമായും പാർട്ടി വീണ ജോർജിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ജോലി വളരെ സത്യസന്ധതയോടെ വളരെ ആത്മാർത്ഥതയോടെ വീണ ജോർജ് ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വീണ ജോർജിൻ്റെ പ്രവർത്തനം. സംഘടനാപരമായി ഈ എല്ലാ മന്ത്രിമാർക്കും പൂർണ്ണമായി സമയം നീക്കിവെക്കാൻ കഴിയത്തില്ല. പക്ഷേ സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ പാർട്ടി പരിപാടികളിൽ കൃത്യമായിട്ട് തന്നെ വീണ ജോർജ് അറിയിക്കുന്ന പരിപാടികളിലെല്ലാം വീണ ജോർജ് പങ്കെടുക്കുന്നുണ്ട്. പാർട്ടി ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്ടിയുടെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ആ നിലയിൽ അവർക്ക് ലഭിക്കുന്ന ആ സമയം പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം കൃത്യമായിട്ട് തന്നെ വീണ ജോർജ് നിർവഹിക്കുന്നുണ്ട്. ഈ ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നെന്നാണ് പത്മകുമാർ പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. എന്തുകൊണ്ടാണ് ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സമയക്കുറവാണോ എന്നുള്ള കാര്യമൊക്കെ പരിശോധനയിൽ വ്യക്തമാവേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ഫോറത്തിൽ അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് ഇപ്പോൾ പുറത്ത് പറയാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ലാതെ വന്നുകൊണ്ടാണോ പരസ്യമായി അദ്ദേഹം പറയേണ്ടി വരുന്നത്? ഒരിക്കലുമല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഘടകം പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ്. നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് സമ്മേളനത്തിന് ശേഷം രൂപീകരിച്ചിട്ടില്ല. ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയാണ്. ഞങ്ങൾ 12-ാം തീയതി ജില്ലാ കമ്മിറ്റിയുണ്ട്. ആ 12-ാം തീയതി ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം സംസ്ഥാന നേതാക്കന്മാരുടെ സഹായത്തോടു കൂടി അവരുകൂടി പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ പരിശോധിക്കും. ഇല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പിന്നീട് ഞങ്ങൾ അധികം താമസിയാതെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി തീർച്ചയായിട്ടും പരിശോധിക്കും. സംസ്ഥാന ഭാരവാഹിത്വം വരുമ്പോൾ പത്തനംതിട്ട പോലെയുള്ള ജില്ലകളെയൊക്കെ അവഗണിക്കുന്നു എന്നുകൂടി ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പ്രധാനപ്പെട്ട ചില നേതാക്കളെങ്കിലും പരിഗണിക്കേണ്ട സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നില്ല എന്നുള്ളത്? ഒരിക്കലുമല്ല. പാർട്ടി സ്ഥാനങ്ങൾ ഒഴിവ് വരുന്നത് ക്രമത്തിലാണ് പരിഗണിക്കുക. സംസ്ഥാനം ഒട്ടാകെ പ്രവർത്തിക്കാൻ, ജില്ലയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ, അതുപോലെ തന്നെ ഏരിയയിൽ നിന്ന് പ്രവർത്തിക്കാൻ, ഓരോ ഘടകത്തിലും പ്രവർത്തിക്കാനുള്ള ചുമതലയാണ് പാർട്ടി നൽകുന്നത്. അത് കൃത്യമായിട്ടും അതിൻ്റെ സന്ദർഭങ്ങളിൽ അതാത് സമയങ്ങളിൽ ആ ചുമതല പാർട്ടി ഇപ്പോൾ തന്നെ 3 പേരില്ലേ സംസ്ഥാന കമ്മിറ്റിയിലേക്ക്. പത്തനംതിട്ട ജില്ല പോലെയുള്ള അംഗസംഖ്യയിൽ വളരെ കുറവുള്ളൊരു ജില്ലയാണ് പത്തനംതിട്ട. അങ്ങനെ ഒരു ജില്ലയിൽ 3 പേര് സംസ്ഥാന സമിതിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം, പാർട്ടി തന്ന വലിയൊരു അംഗീകാരമാണത്. അങ്ങ് വീണ ജോർജിനെ കുറിച്ച് പറഞ്ഞ സംഘടനാപരമായ കാര്യങ്ങളും പറയുന്നു, ഒപ്പം തന്നെ ജനപ്രതിനിധി എന്നുള്ള നിലയിലെ മികവാർന്ന പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പത്മകുമാർ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഘടകത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം അത് വ്യക്തമാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി, ഇത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. പി ദിവ്യ വളരെ ബോധപൂർവം ഗൂഢാലോചന നടത്തിയാണ് അതിൽ പങ്കെടുത്തത് തുടങ്ങിയ ആരോപണങ്ങൾ. മാത്രമല്ല നവീൻ ബാബുവിൻ്റെ ഭാര്യ പറഞ്ഞു CPM-ൽ ഇപ്പോൾ വിശ്വാസമില്ല, നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്ന്. ജില്ലാ കമ്മിറ്റിയുടെ നിലപാടിൽ മാറ്റമുണ്ടോ കുടുംബത്തിനൊപ്പം എന്നുള്ളതിൽ? പാർട്ടിയുടെ നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടി. വളരെ കർശനമായ നടപടികളാണ് പി ദിവ്യക്കെതിരെ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും ഉയർന്ന ഒരു പാർലമെൻ്ററി സ്ഥാനത്തു നിന്ന് ഉടൻ തന്നെ നീക്കുക തുടങ്ങിയിട്ടുള്ള നടപടികളിലേക്ക് പാർട്ടി പോയത്
തീർച്ചയായിട്ടും പ്രാഥമികമായി തന്നെ പി ദേവിയുടെ കാര്യത്തിൽ തെറ്റുണ്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. മാത്രമല്ല വളരെ കർശനമായ നിയമ നടപടികളിലൂടെ കാര്യങ്ങൾ ഇന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. പ്രിയപ്പെട്ട നവീൻ ബാബുവിൻ്റെ സഹധർമ്മിണി അവർക്ക് സ്വാഭാവികമായിട്ടും കോടതിയെ സമീപിക്കാൻ, കാര്യങ്ങൾ നീക്കുക, അതെല്ലാം അവർക്ക് ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അതിനെയൊന്നും നമ്മൾ ഒരു കാരണവശാലും അതിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് രേഖപ്പെടുത്തി മുന്നോട്ട് പോവുകയും ചെയ്യാം. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകാപരമായ നടപടി തന്നെയാണ് ഇക്കാര്യത്തിൽ, വളരെ കർശനമായ നടപടിയാണ്. അതുപോലെ തന്നെ പാർട്ടിയും വളരെ കർശനമായ നടപടിയിലേക്ക് തന്നെയാണ്. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സംസാരിക്കുകയായിരുന്നു. എന്തായാലും നവീൻ ബാബുവിൻ്റെ ADMൻ്റെ മരണത്തിൽ പാർട്ടി ആ കുടുംബത്തിനൊപ്പമാണ് എന്ന് അദ്ദേഹം സന്നിഗ്ധമായി പറയുന്നു.